പച്ചച്ചക്കയുടെ മടൽ കളയണത് കൊണ്ട് നമുക്ക് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം. ഇനി ചക്ക ചെറിയ ചെറിയ കടികളാക്കി വെട്ടിയെടുക്കുക. ആ കരിമുള്ള് ചെത്തിക്കളയുക. കരിമുള്ള് ചെത്തിയിട്ട് മടലും ചെത്തി ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ചെറിയൊരു ചുളകൾ അതിൻ്റെ അടിയിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ ചുള നമുക്ക് വറുക്കുകയോ കൂട്ടാൻ വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെത്തിയെടുത്തു. ഇതാണ് ഞങ്ങളുടെ ചക്കമടല കൊണ്ട് ഉണ്ടാക്കിയ ബജി. മുളക് ബജിയും കായ ബജിയും ഇതിൻ്റെ താഴെ ഇരിക്കുള്ളൂ. ഇതേ കണ്ടോ, ഉള്ളൊക്കെ നല്ല മരി വെന്തിട്ടുണ്ട്. ഇത് ചക്കച്ചോള കൊണ്ട് ഉണ്ടാക്കിയത്. ചക്കമടലൊക്കെ ചെത്തിയെടുത്ത് വെച്ചു. കുറച്ച് കടലമാവ് എടുക്കുക. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. കുറച്ച് കായം പൊടി ഇടുക. മുളക് പൊടി നിങ്ങൾക്കൊക്കെ എരിവനുസരിച്ച് ഇടാം. അതുപോലെ കുറച്ച് ഉപ്പിടുക. കുറച്ച് വെള്ളമൊഴിച്ച് ഇത്തിരി കട്ടിയിൽ വേണം കലക്കാൻ. അധികം പച്ചവെള്ളമാവാൻ പാടില്ല. അതിൻ്റെ കൂടെ ഇത്തിരി സോഡക്കാരിടുക. അപ്പോൾ നല്ല വീർത്ത് പൊന്തി വരും. ചീഞ്ചട്ടി വയ്ക്കാം. നമുക്ക് ഓരോ പീസ് മാവിൽ മുക്കുക, വെളിച്ചെണ്ണയിലിടുക. ഇത് വേവാൻ പിന്നെ അധികം നേരമൊന്നും വേണ്ട, വേഗം മുരിഞ്ഞ് കിട്ടും. നമുക്കൊന്ന് മറിച്ചിടാം. അത് കഴിഞ്ഞാൽ കോരിയെടുക്കാം. ചക്കയുള്ള കാലത്ത് എങ്ങനത്തെ ബജിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മാവ് കലക്കിയത് ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ 4 ചക്കച്ചോള ഇട്ടിട്ട് ചക്ക ബജി ഉണ്ടാക്കാം. അതിനും നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. അതാണ് ചക്കമടല കൊണ്ട് ഉണ്ടാക്കിയ ബജി. മറ്റത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ബജി. പണ്ട് കാലത്തൊക്കെ ചക്ക മടല കൊണ്ടും ഒന്നും ബജി ഉണ്ടാക്കില്ല. ഞങ്ങൾ മടലൊക്കെ കൂട്ടാൻ വയ്ക്കില്ലായിരുന്നു പതിവ്.